എല്ലാവർക്കും നമസ്കാരം. ചില്ലി ഫ്ലേക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മീൻ വറ്റിക്കുന്നുണ്ടാക്കാം കേട്ടോ. കണമീൻ, 1/2 കിലോ കണമീനാണിത്, വൃത്തിയാക്കിയതാണ്. പിന്നെ ഒരു 2 പിടിയോളം ചെറിയ ഉള്ളിക്ക് പകരം 2 സവാള എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, പുളി കൂടുതൽ വേണ്ടവർക്ക് 2 തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ. ഇനി വേണ്ട മസാലകൾ: 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ മീൻ വറ്റിക്കാൻ വേണ്ട മസാലകൾ. ഇനി തവ അടുപ്പത്ത് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ അതൊന്ന് ഒഴിച്ചു. എന്നിട്ട് ഈ ഉള്ളീനെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. സമയമില്ലാത്തവർക്ക് ചെറിയ ഉള്ളിക്ക് പകരം സവാള എടുക്കാം കേട്ടോ, ടേസ്റ്റൊന്നും വലിയ മാറ്റം വരില്ല. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇടുക, ഇഞ്ചി ഇടുക, ഒരു തക്കാളി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് മുറിച്ചിട്ട് അതും ഇടുക. എന്നിട്ട് ഒന്ന് വഴറ്റുക. അപ്പോൾ അച്ചമണം ഒന്ന് വിടുക, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വാട്ടി വെച്ചതും നമ്മൾ എടുത്തു വെച്ച മസാലകൾ ഉണ്ടായിരുന്നില്ലേ, ആ എല്ലാ മസാല ഇട്ടിട്ട് മിനിമിനിന്നനെ അരയ്ക്കുക. പറഞ്ഞു കഴിഞ്ഞപ്പോഴാട്ടോ ഓർത്തത്, നന്നായി അരയ്ക്കുക എന്നുള്ളതിനാണ് കേട്ടോ ഈ മിനിമിനിന്നനെ അരയ്ക്കുക, വെണ്ണ നെയ്യ് പോലെ അരയ്ക്കുക എന്നൊക്കെ പറയണത്. ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് അങ്ങനെയാണ് കേട്ടോ, എല്ലാതും പറയുമ്പോൾ കുറച്ച് അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവും. ഇനി തവ ഒന്നും കൂടി ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മിനിമിനിന്നനെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് അതിലിട്ടിട്ട് നന്നായി വഴറ്റുക. മസാലകളൊന്നും മൂത്തിട്ടില്ലല്ലോ, മസാലയൊക്കെ നമ്മൾ പച്ചക്കിട്ട് അരച്ചതല്ലേ, അപ്പോൾ അതൊക്കെ നന്നായി മൂക്കണം കേട്ടോ. പച്ച ടേസ്റ്റ് ഉണ്ടായാൽ ഒരു രസവും ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായി വഴറ്റുക. കണ്ടോ, മസാല നന്നായി മൂത്ത് നിറമൊക്കെ മാറി വന്നു കേട്ടോ. ഇനി വെള്ളം ഒഴിക്കണമല്ലോ, അതിന് മിക്സിയുടെ ജാറൊക്കെ കഴുകിയെടുക്കുക. അതിലത്തെ മസാലകളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. മസാലയും വെള്ളമൊക്കെ നന്നായി മിക്സായ ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 7 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിൽ പിടിക്കരുതേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണം ഇതിലേക്ക് ഇടാം. ഓരോ കഷ്ണങ്ങളായിട്ട് മീൻ അതിലിടാം. വെള്ളം വറ്റിക്കണമെങ്കിൽ കുറച്ചും കൂടി വറ്റിക്കുക കേട്ടോ വേണ്ടവർക്ക്. ഇവിടെ കറിയിൽ കുറച്ച് ഗ്രേവി വേണം ഇന്നത്തെ കറിക്ക്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയത്. ഇത് നന്നായി വറ്റിച്ച് കുറച്ചൊരു പെരളാൻ പോലെ ആക്കിയെടുത്താൽ അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അവനവൻ്റെ പാകം പോലെ ചെയ്യാം. എങ്ങനെയാ വെച്ചാൽ ഒരു 2 മിനിറ്റ് വേണമെങ്കിൽ അടച്ചു വെച്ചോളൂ, കാരണം മീനല്ലേ പെട്ടെന്ന് വേവും. എന്നിട്ട് പതുക്കെ ഓരോന്ന് ഉടയാതെ മറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചത് ഇതാ അവസാന ഘട്ടത്തിലേക്കായി കേട്ടോ. അവസാന ഘട്ടമാണ് കറിവേപ്പില ഇല്ലാത്ത ഒരു പരിപാടി നമുക്ക് മലയാളികൾക്കില്ലല്ലോ. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. അപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചത് റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് ചെറിയ പെരുന്നാളാണ്. ഞങ്ങൾ വീടിൻ്റെ മുന്നിൽ തന്നെ താത്തയും കുടുംബവും താമസിക്കുന്നുണ്ട്. താത്തേനെ സ്നേഹത്തോടെ ഞങ്ങൾ ഉമ്മാന്നാണ് വിളിക്കാറ്. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഞങ്ങളിവിടെ വീട് വെച്ചപ്പോൾ തൊട്ട്, എൻ്റെ അമ്മയൊക്കെ ഉള്ളപ്പോൾ തൊട്ട് എല്ലാ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും ഉമ്മ ഞങ്ങൾക്ക് ബിരിയാണി കൊണ്ടുത്തരും കേട്ടോ. അപ്പോൾ എനിക്കറിയായിരുന്നു ഇന്നും ഉമ്മ കൊണ്ടുവരുന്നുള്ള, അതുകൊണ്ട് ഞാനിന്ന് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഉമ്മ ബിരിയാണിക്ക് പകരം ഫ്രൈഡ് റൈസാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ മീൻ വറ്റിച്ചതും കൂടിയും ഒരു വിഭവമാക്കാം. അതുകൊണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്കിന്ന് ഗ്രേവി ആയിട്ടാണ് മീൻ വറ്റിച്ചത് വേണ്ടതെന്നുള്ള. ഇതൊന്നും മുന്നിൽ കണ്ടിട്ട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ചോറ് മാത്രമാണെങ്കിൽ സാദാ ചോറിൻ്റെ കൂടെയും ഈ മീൻ വറ്റിച്ചത് കൂട്ടിക്കഴിക്കാൻ നല്ല രുചിയാണേ. അതിൻ്റെ കൂടെ നമ്മുടെ ഉമ്മയുടെ ചിക്കൻ കടായി കൂടി ഉണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസും മീൻ വറ്റിച്ചതും ചിക്കൻ കടായും ഇന്നത്തെ ഊണ് സൂപ്പറായിട്ടോ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഡിഷുകൾ അറിയാൻ ചില്ലി ഫ്ലേക്സ് കാണാനും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. അതുവരെ ഗുഡ് ബൈ.